അങ്ങനെ നിവിനും ജിസയിലും ഇപ്പോൾ തമ്പുരാനും തമ്പുരാട്ടിയുമായിട്ട് പരകായ പ്രവേശനം നടത്തിയ രീതിയിലാണ് പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ. സോ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മോർണിംഗ് ടാസ്കിൽ സ്വേച്ഛാധിപതികളായ നിവിനും ജിസയിലിനും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. നിവിനും ജിസയിലും ഇപ്പോൾ ഏകദേശം തമ്പുരാനും തമ്പുരാട്ടിയുമായിട്ടാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഈ ഒരു സ്വേച്ഛാധിപത്യം എന്ന ഒരു പദവിയിൽ വന്നതോടുകൂടി. സോ എനിവേ ബിഗ് ബോസ് ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ നിവിനും ജിസയിലിനും അടിമയാക്കാൻ പറ്റാത്ത 3 പേരെ അവരുടെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ടാണ് അടിമയാക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യവും വിശദീകരിക്കുക. അതായിരുന്നു ടാസ്ക്. നിവിൻ ഇപ്പോൾ ഏകദേശം ഒരു രാജാവിനെ പോലെ തന്നെയാണ്, ഒരു തമ്പുരാനെ പോലെ തന്നെയാണ് പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരോട്. സോ എനിവേ അങ്ങനെ അവർ 3 പേരെ സെലക്ട് ചെയ്യുന്നു. അടിമകളാക്കാൻ പറ്റാത്ത 3 പേരെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നിവിൻ പറയുന്നുണ്ട്, എന്റെ അടിമയാവാൻ പോലും യോഗ്യതയില്ലാത്ത മരവാഴകളെ എല്ലാം ഞാൻ വിളിക്കും, അപ്പോൾ നിങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ നിവിൻ ഇങ്ങനെ ആക്കി തമാശ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയും ഓരോ കോമഡി തിരിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് രംഗങ്ങളായിരുന്നു. പിന്നീട് അടിമയാവാനുള്ള ചില ക്വാളിറ്റീസിനെ പറ്റിയിട്ടാണ് നിവിൻ പറയുന്നത്. അതിനകത്തിൽ പറയുന്നു, അടിമയാവാൻ വേണ്ട യോഗ്യതകളിൽ പറയുന്നു, ഇങ്ങനെ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ പറ്റത്തില്ല, അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നീട് ഗെയിമിനെ ഗെയിമായിട്ടും പേഴ്സണൽ കാര്യങ്ങളെ പേഴ്സണൽ കാര്യങ്ങളായിട്ടും എടുക്കാനുള്ള ഒരു ലോജിക്കുള്ള ആൾക്കാരായിരിക്കണം എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അടിമയാവാൻ യോഗ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിവിൻ പറയുകയാണ്. അടിമയാവാൻ വേണ്ട യോഗ്യതകളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിമകളാവാൻ യോഗ്യത ഇല്ലാത്ത ആൾക്കാരായിട്ട് അനുമോളയും അതുപോലെ തന്നെ ശൈത്യയും പിന്നീട് ആദിലയും ഇവരെ 3 പേരെ തിരഞ്ഞെടുക്കുന്നു. അടിമകളാക്കാൻ യോഗ്യത ഇല്ലാത്ത ആൾക്കാരെയാണല്ലോ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഈ 3 പേരെ സെലക്ട് ചെയ്തിട്ട് കാരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അനുമോളെ ഓരോന്ന് പറയുമ്പോൾ അനുമോൾ നല്ല മറുപടിയും തിരിച്ചു പറയുന്നുണ്ട്. അനുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ട് നിവനും ജിസയിലും കൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നു, നിങ്ങൾ പറയുന്ന പോലൊന്നും എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഞാൻ എനിക്ക് തോന്നുമ്പോൾ കരയും, എനിക്ക് തോന്നുന്ന രീതിയിൽ പെരുമാറും, അങ്ങനെ ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെയുള്ള മറുപടികൾ അനുമോൾ പറയുന്നുണ്ട്. പിന്നീട് ശൈത്യയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അടിമയാവാൻ യോഗ്യതയില്ലാത്ത ആളായിട്ട് അടുത്തതായിട്ട് ശൈത്യയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ശൈത്യയോട് പറയുന്നു, നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്, എന്നാൽ അനുമോളുടെ നിഴലായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമില്ല, അനുമോളുടെ നിഴലായിട്ടാണ് നിൽക്കുന്നത്, സോ അതുകൊണ്ട് നിങ്ങളെ അടിമയാക്കാൻ പറ്റില്ല എന്ന് ശൈത്യയോട് പറയുന്നു. ആദിലയെ തിരഞ്ഞെടുക്കുന്നു. ഇതിൽ അനുമോളുമായിട്ടാണ് ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി അവിടെ ഉണ്ടാവുന്നത്. ജിസയിലും അതുപോലെ തന്നെ ശരത്ത് ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്. അങ്ങനെ ജിസയിലെ ശരത്ത് അനുമോൾ ഇവർ 3 കൂടെ അതിൻ്റെ ഇടയ്ക്ക് വലിയ തർക്കങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അനുമോള് ഒറ്റയ്ക്ക് നിന്ന് ഭയങ്കരമായിട്ട് പൊരുതുന്നുണ്ട്. അനുമോൾക്ക് തോന്നിയ രീതിയിലേ അവിടെ താമസിക്കത്തുള്ളെന്നും അതുപോലെ തന്നെ ഇവരുടെ അടിമയായിട്ടിരിക്കാൻ ഒരു താല്പര്യവുമില്ല എന്നുള്ള രീതിയിൽ തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി സംസാരിക്കുന്നുണ്ട്. പിന്നീട് അനുമോൾക്ക് ബോധമില്ല, വിവരമില്ല എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിസയിൽ പറയുന്നു, അടിമയായിട്ടിരിക്കാൻ ബിഗ് ബോസിനെക്കാട്ടിൽ വലിയ ആളാണെന്ന് വിചാരിച്ച് നടക്കുന്നവരെ ഒന്നും അടിമയാക്കാൻ പറ്റില്ല എന്നും ജിസയിൽ പറയുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ജിസയിലും ശരത്തും അനുമോളും ഒക്കെ ആയിട്ട് വളരെ വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. പിന്നീട് ലൈവിൽ കാണിക്കുന്നത് അയൺ ബോക്സ് അവിടെ ആരോ ഓൺ ആക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ്. കുറെ പേരെ രാവിലെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തിരുന്നു. അതിൽ ആരാണ് അയൺ ബോക്സ് ഓൺ ആക്കി വെച്ചത് എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ പേര് പറയുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുവാണ്. എന്തായാലും ആരോ ഒരാൾ അയൺ ബോക്സ് അവിടെ ഓൺ ആക്കി വെച്ചിട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വാർണിംഗ് കൊടുക്കുകയാണ്, ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇതിങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് പോയെന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളും ഒന്നും പറ്റിയില്ല. അയൺ ബോക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫും ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല. ഈ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലേറ്റസ്റ്റ് പ്രമോയിൽ സ്വേച്ഛാധിപതികളായിട്ടുള്ള നിവിനും ജിസയിലിനും അവരാണിപ്പോൾ ഏറ്റവും വലിയ അധികാരം കിട്ടിയിട്ട് ആകെ ഇങ്ങനെ തിമിർത്ത് നിൽക്കുന്നതിനകത്തിൽ. കാരണം ഇവർക്ക് 2 പേർക്കും ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അധികാരം അവിടെ. സോ എന്തായാലും ബിഗ് ബോസ് ഇവരെ 2 പേരെയും കൂടെ പണിപ്പുരയിലേക്ക് വിടാനുള്ള ഒരു തീരുമാനവുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും പണിപ്പുരയിലേക്ക് പോകാം, എത്ര പോയിന്റ്സ് വേണമെങ്കിലും എടുക്കാം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നിവിൻ അത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. അങ്ങനെ ഇവർ 2 പേരും പണിപ്പുരയിലേക്ക് പോകുന്നു. തിരിച്ച് അൽഫാം ചിക്കൻ അതുപോലെ ചോക്ലേറ്റ് കേക്ക് 1 kg അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുമായിട്ട് തിരിച്ചു വരുന്നു. ഇത് കണ്ടിട്ട് റെനയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവരിപ്പോൾ പണിപ്പുരയിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇവർക്കും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ നിവിൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ ആർക്കും തരത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രമോയാണ്. ഇത് കേട്ടിട്ട് റെനയും ഒക്കെ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നത്
നിൽക്കുന്ന ഒരു പ്രമോയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും നിവിൻ ഇപ്പോൾ നിലത്തൊന്നുമല്ല, ആകെ തമ്പുരാനായിട്ട് ഇങ്ങനെ ഭയങ്കര അറുമാദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നിവിനോടും അതുപോലെ തന്നെ ജിസൈലിനോടും മറ്റ് ചിലരോടും ആര്യനോടും ഷാനവാസിനോടും ഇവരോടൊക്കെ അവരുടെ സാധനങ്ങൾ തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ട് വയ്ക്കാനെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇവർ എല്ലാം പാക്ക് ചെയ്യുകയാണ്, സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവയ്ക്കാനായിട്ട് പാക്ക് ചെയ്യുകയാണ്. മറ്റുള്ളവരെല്ലാം ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി നോക്കി നിൽക്കുന്നു. എല്ലാവരും എല്ലാ സാധനങ്ങളും വയ്ക്കുന്നുണ്ടോ, അതോ ജിസയിലാണെങ്കിൽ നേരത്തെ കുറേ സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കാതെ കയ്യിൽ വെച്ചിരുന്നല്ലോ, അപ്പോൾ അതിനെ നോക്കിക്കൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം നിൽക്കുന്നു. ഇവർ ശരിക്കും പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ, എല്ലാം തിരിച്ചു കൊണ്ട് വയ്ക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളെയൊക്കെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട്. പിന്നീട് അനീഷും ഷാനവാസും കൂടെയുള്ള ചില ടോമാഞ്ചെറി രംഗങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും കോംബോ ഓൾറെഡി ഭയങ്കര ഹിറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ. നേരത്തെ ഉണ്ടായിരുന്ന ലവ് ട്രാക്കുകളെക്കാട്ടിലൊക്കെ ഇവരുടെ ഒരു കോംബോ ഇപ്പം വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും ഇടയ്ക്ക് ഭയങ്കര വഴക്കുമാണ്, എന്നാൽ ഇടയ്ക്ക് ഭയങ്കര കൂട്ടുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോംബോ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോംബോ പെർഫോമൻസും കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ഇങ്ങനെ സോഫയിൽ കിടക്കുന്നു. ഷാനവാസ് ഉറങ്ങാൻ കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അനീഷ് വന്നിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഷാനവാസിന്. ഇവിടെ ഉറങ്ങാൻ പറ്റില്ല, ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിനക്കറിയില്ലേ, നീ ഉറങ്ങാനാണോ വന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അനീഷ് വന്നിട്ട് ഷാനവാസിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷാനവാസ് പറയുന്നത് ഞാൻ ഉറങ്ങുകയൊന്നും അല്ല, ഞാൻ വെറുതെ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഷാനവാസ് പറയുന്നു. പക്ഷേ അനീഷ് പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷാനവാസ് മുഖം കൊണ്ട് ഓരോ കോഷ്ടി കാണിക്കുന്നു, അനീഷിൻ്റെ പാൻറ് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ അനീഷ് ചോദിക്കുന്നു നീ കൊച്ചു പിള്ളേരെക്കാട്ടി കഷ്ടമാണല്ലോ, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഓരോന്ന് പറയുന്നു. എന്തായാലും അവരുടെ ആ ഒരു കോംബോ സീൻസ് കാണാൻ നല്ല രസമാണ്. ഇഷ്ടംപോലെ ഫാൻ ബേസും ഉണ്ട് ഇവരുടെ ഈ ഒരു കോംബോയ്ക്ക്. പിന്നീട് അനുമോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അകത്തെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരോടുള്ള വിരോധം കൊണ്ടായിരിക്കാം ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് അകത്തിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ വന്ന് വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനെന്നും പറഞ്ഞിട്ട്. പക്ഷേ അനുമോളെ കൂട്ടാക്കുന്നില്ല, വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല, ഭക്ഷണം വേണ്ടെന്ന് തന്നെ പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തമ്പുരാനും തമ്പുരാട്ടിയും മറ്റുള്ള ആൾക്കാരും എല്ലാം കൂടെ ഉള്ള കുറേ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കിച്ചണിൽ. അബി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു, ഇവിടെ കുറേ പേര് ജോലി ചെയ്യത്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അബി ഇങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ പിന്നീട് ഓരോരുത്തരായിട്ട് വന്ന് അനുമോളെ നിർബന്ധിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. ഷാനവാസ്, ബിന്നി, അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അനുമോള് കൂട്ടാക്കുന്നില്ല. സോ ഇതൊക്കെയായിരുന്നു ഇതുവരെ നടന്ന ലൈവിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.